ബിഷപ്പ് ഹൗസ് സംഘർഷത്തിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. 21 വൈദികർക്കെതിരെയാണ് കേസ്. SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെ കേസുണ്ട്. വഴിതടഞ്ഞ് സമരം ചെയ്തതിനും കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇന്നലെ മുതൽ ഈ മേഖലയിൽ സംഘർഷം തുടരുകയാണ്. ബിഷപ്പ് ഹൗസ് സംഘർഷത്തിലാണ് വൈദികർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ സംഘർഷ സാധ്യതയായിരുന്നു. വൈദികരെ പുറത്താക്കാൻ, അവിടെ പ്രാർത്ഥനാ യജ്ഞം എന്ന പേരിൽ സമരം നടത്തിയ വൈദികരെ പുറത്താക്കാൻ ശ്രമിച്ചതോടുകൂടിയായിരുന്നു സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ 4 വ്യത്യസ്ത കേസുകൾ എടുത്തിട്ടുള്ളത്. ഒന്ന് 20 വൈദികരെ പ്രതിയാക്കിയും മറ്റൊന്ന് വഴി തടഞ്ഞതിനടക്കം 21 വൈദികരെ പ്രതിയാക്കിയും എല്ലാമുള്ള 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കാരണം ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവങ്ങൾക്ക് തുടക്കം. വൈദികരെ പുറത്താക്കിയത് അറിഞ്ഞ് വിശ്വാസികൾ അവിടെ തമ്പടിക്കുന്നു. വലിയ തോതിൽ അവർ സംഘർഷങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പോലീസുമായി നിരവധി തവണ ഏറ്റുമുട്ടിയിരുന്നു. ഇതിനിടയിൽ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് വലിയ കയറ് കെട്ടി വലിച്ച് അതിന്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായും തന്നെ തകർത്തു. ആ ഗേറ്റിനകത്തൂടെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസുമായി ബലപ്രയോഗം നടത്തി വൈദികരെ അതിനകത്തേക്ക് കടത്തിവിടുകയും എല്ലാം ചെയ്തു. ഈ വൈദികരെ പിന്തുണയ്ക്കുന്ന വിശ്വാസികൾ, ഇതിലെല്ലാം തന്നെ വ്യത്യസ്ത കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഘർഷത്തിനിടയ്ക്ക് 2 SIമാർക്ക് പരിക്കേറ്റിരുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽപ്പിച്ചു എന്നതടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് നിലവിൽ കേസ്. ഇവിടെയെല്ലാം ദൃശ്യങ്ങൾ പരിശോധിച്ച് ശക്തമായ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ചില ഘട്ടങ്ങളിൽ സമരരംഗത്തുണ്ടായ ആളുകൾ തിരിഞ്ഞിരുന്നു. അവർക്കെതിരെയാണ് വാർത്തയെന്നും വിമത വിഭാഗമെന്ന് പല ഘട്ടങ്ങളിലും പരാമർശിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങൾ വിമത വിഭാഗമല്ല, ഔദ്യോഗിക വിഭാഗം തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ നടത്തിയത്. അങ്ങനെ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് നേരെയും തിരിഞ്ഞു. ഇതിനിടയിലാണ് പോലീസുമായി പല ഘട്ടങ്ങളിലും സംഘർഷം ഉണ്ടായത്. ഏറ്റവും ആദ്യം രാവിലെ തന്നെ ഈ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് എത്തിയ ആളുകൾ പിന്നീട് ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് മാറി. അതിനുശേഷം ചർച്ചകളൊന്നും ഫലം കാണാതെ വരികയും ഗേറ്റ് തറക്കുന്നതടക്കമുള്ള പ്രകോപനപരമായ സമര രീതിയിലേക്ക് മാറുകയും എല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും അവിടെ പള്ളി കേന്ദ്രീകരിച്ച് ഒരിക്കൽ കൂടി സംഘർഷ കേന്ദ്രമായി മാറി. ഇവിടെ വൈദികർ തന്നെ ഈ ഒരു സമരത്തിനും പ്രതിഷേധത്തിനും അല്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ പ്രതിഷേധത്തിനും എല്ലാം നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കോടതി നിർദ്ദേശമുണ്ട് വഴി തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴിതടയൽ സമരങ്ങൾ നടത്താൻ പാടില്ല. അത്തരത്തിൽ വഴിതടഞ്ഞുള്ള സമരങ്ങൾ നടത്തിയാൽ കർശനമായ നടപടി വേണമെന്ന്. നിലവിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വഴിതടഞ്ഞുള്ള സമരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിഷപ്പ് ഹൗസ് സംഘർഷത്തിലാണ് വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. 21 വൈദികർക്കെതിരെയാണ് പോലീസ് കേസ്. SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയും കേസുണ്ട്. വഴി തടഞ്ഞ് സമരം ചെയ്തതിനും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.